ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് ജോബിൽ നമുക്ക് ഏത് ജോബ് ഐ ഡി നമ്പറിലാണോ നമ്മൾ അപ്ലൈ ചെയ്തിച്ചാൽ ആ ജോബ് ഐ ഡി നമ്പർ ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഏകദേശ രൂപങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഫോണിൽ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക. എപ്പോഴും വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വെയിറ്റ് ചെയ്യാതിരിക്കുക. ഫോണിൽ വിളിച്ചാൽ എളുപ്പത്തിൽ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. നമ്മൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓഫീസാണ്. നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്ന വേറെ കാര്യം, ജോലി സ്കീം എടുത്ത ഒരാളുകൾക്ക് നമ്മൾ ജോബ് സെപ്പറേറ്റ് വാട്സപ്പിൽ വിട്ടുതരും. വാട്സപ്പിൽ വിട്ടുതരുന്ന നേരത്ത് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ അയച്ചു തരിക. അപ്പോൾ അതെന്ത് ചെയ്യണോ, നമുക്കതിൽ ജോബ് ഐ ഡി നമ്പർ ഫസ്റ്റിൽ തന്നെ ജോബ് ഐ ഡി നമ്പർ 6865 അതാണ് ജോബ് ഐ ഡി നമ്പർ. അതിൽ ജോലിയുടെ ശമ്പളം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്, +2 ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പീരിയൻസ് എടുത്ത് പറഞ്ഞിട്ടില്ല ആ ജോലിക്ക്, തൃശ്ശൂർ സ്ഥലം പറഞ്ഞിട്ടുണ്ട്, എത്ര ഒഴിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വായിച്ച് നോക്കുക. മലയാളത്തിലാണ് ഇരിക്കും മിക്കവാറും അയച്ചു തരിക. ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് 1, 2, രണ്ടാമത്തെ ജോലി, മൂന്നാമത്തെ, നാലാമത്തെ ജോലി. ഈ നാലാമത്തെ ജോലിക്ക് ശേഷം തൃശ്ശൂർ എന്നതിന് ശേഷം അടിയിൽ എന്തുണ്ട്, ഈ റീഡ് മോർ എന്ന് പറഞ്ഞിട്ടൊരു പച്ച കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീഡ് മോർ പച്ച കളറിൽ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. അപ്പോൾ വീണ്ടും 5ാമത്തെ ജോലി, 6ാമത്തെ ജോലി, 7ാമത്തെ ജോലി പറഞ്ഞ് ഇങ്ങനെ വന്നു. നമ്മളെന്ത് ചെയ്യുക, ഇതുപോലെ എല്ലാം മുഴുവനായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നത് വായിച്ച് നോക്കുക. ഇതിൽ നമുക്ക് ഏതാണോ, ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ജോബ് നമ്മൾ അയച്ചതിൽ 133 വേക്കൻസിയാണ് ഇപ്പോൾ ഇതിൽ തൃശ്ശൂരിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എത്രയാണോ വേക്കൻസികൾ വന്നിട്ടുള്ളത് വെച്ചാൽ അത് ജോലികൾ വന്നും പോയിക്കൊണ്ടേയിരിക്കും. കാരണം ജോലികൾ ആൾ ഫില്ലായി കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് അതെന്ത് ചെയ്യും, പെൻഡിങ് ആക്കി വെക്കും. പുതിയ ജോലികൾ വരുമ്പോൾ അത് ഓണാക്കി ഇടും. അപ്പോൾ അങ്ങനെ അതെന്ത് ചെയ്യും, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും, ജോലികൾ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് നമുക്ക് 133ാമത്തെ ജോലി എന്താണ്, 24/12/10 4ാമത്തെ ജോലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഉദാഹരണത്തിന് 24 നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മേലെ പേര് വരും. നമുക്ക് ഇതിൽ ജോലി നമ്പർ 24/12/10 24/12/10 ജോബ് ഐ ഡി നമ്പർ കൊടുക്കുക. 24/12/10. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നോക്കുക, 24/12/10 എന്ന് മാത്രം കൊടുക്കുക. അതിന് ശേഷം ഇതിൽ ആ ജോലിയുടെ നമ്പറിൽ എത്രാമത്തെ ജോലിയാണെന്ന് നോക്കുക. അതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 24/12/10 4ാമത്തെ ജോലി. ഇതിൽ ആദ്യത്തെ 1ാമത്തെ ഉണ്ട്, പിന്നെ 2ാമത്തെ ഉണ്ട്, പിന്നെ 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഒരുപാട് ജോലി ഉണ്ട് ആ ഒരു നമ്പറിൽ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 24/12/10 4ാമത്തെ ജോലി സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ഓപ്ഷൻ വരും.